ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി എം.കെ. രാഘവൻ. യു.ഡി.എഫ് ഘടകകക്ഷികളെ മുഴുവൻ അണിനിരത്തിയുള്ള പ്രചാരണ പരിപാടികളാണ് തുടക്കം മുതൽ. വികസന നേട്ടങ്ങൾ എണ്ണിയും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയുമാണ് പ്രചാരണം. മുസ്ലിം ലീഗ് ഇത്തവണയും പ്രചാരണ രംഗത്തും മുന്നിലുണ്ടാകും. രാവിലെ പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച, വൈകിട്ട് താരപരിവേഷത്തോടെയുള്ള വാഹന പ്രചാരണ ജാഥ. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഘടകകക്ഷി നേതാക്കളെ പങ്കെടുപ്പിച്ച് ഒറ്റക്കെട്ട് എന്ന പ്രതീതി. നാലാമൂഴം ലക്ഷ്യം വെക്കുന്ന എം.കെ. രാഘവൻ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നത്. മുസ്ലിം ലീഗിനും പാണക്കാട് സാദിഖലി തങ്ങൾക്കും മുക്തകണ്ഠമായ പ്രശംസ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അഭിവന്ദനായ തങ്ങളുടെ സാന്നിധ്യമാണ്. കാരണം തങ്ങൾ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രം 2 മണിക്കൂറിലേറെ യാത്ര ചെയ്താണ് തങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. UDF പ്രവർത്തകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 4ാം തവണയും എം.കെ. രാഘവനെ വോട്ട് ചോദിക്കാൻ പോയാൽ ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ടി വരില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ തന്നെ UDF വിജയിച്ചു കഴിഞ്ഞുവെന്ന് സാദിഖലി തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ 20 UDF സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗിന്റേത് കൂടിയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അത് കുറിക്കുന്നതാണ് ഐക്യരാജ്യപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സിദ്ധാർത്ഥന്റെ മരണവും വന്യജീവി ആക്രമണങ്ങളും അടക്കം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു കുട്ടിയെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊന്നിട്ടും അതിന് ഉത്തരം പറയാൻ കഴിയാത്ത വിധത്തിൽ ദയനീയമായ വിധത്തിലെത്തിയിട്ടുള്ള ഒരു നേതൃത്വം കേരളത്തിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വന്യജീവികൾ ഇറങ്ങി ആളുകളെ കൊല്ലുന്നത്, ആ നടപടിക്കെതിരെ ഈ ഗവൺമെന്റിന്റെ തീരുമാനമെന്താ? ജില്ലയിൽ അനുവദിക്കപ്പെട്ട കേന്ദ്ര പദ്ധതികൾ MP യുടെ നേട്ടമായി എടുത്തു പറഞ്ഞാണ് പ്രചാരണം കൊഴുക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.